We have seen the specialities of the solutions of y double dash plus p of x into y dash plus q of x into y equal to 0. This is called a linear second order ordinary differential equation, and it is homogeneous because the right side is 0. Okay, and we have seen how to calculate the second solution if one solution is known to us. Now we are moving on to the solution of a particular type of linear second order ordinary differential equation, which is homogeneous. Okay, so what we do is we will assume that the coefficients p of x and q of x are constants. അതായത് നമ്മൾ ലീനിയർ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൾ ടു 0 ആയിരുന്നു. അതിൽ പി ഓഫ് എക്സ് ക്യാൻ ബി സം ഫംഗ്ഷൻ ഓഫ് എക്സ്, ഫോർ എക്സാമ്പിൾ 3x² പ്ലസ് 4 ആവാം. ക്യൂ ഓഫ് എക്സും എന്തെങ്കിലും എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആവും, ലൈക്ക് 6x പ്ലസ് 5 അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് ജനറലി സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ രണ്ട് ഫംഗ്ഷൻസും സിമ്പിൾ ആയിട്ടുള്ള കോൺസ്റ്റൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ദിസ് ഇസ് സം കോൺസ്റ്റന്റ് എ ആൻഡ് ദിസ് ഇസ് സം കോൺസ്റ്റന്റ് ബി. അപ്പോൾ ആ ടൈപ്പുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ആദ്യം അതിൻ്റെ തന്നെ ഹോമോജനസ് കേസ്, റൈറ്റ് സൈഡ് 0 ആയിട്ടുള്ള കേസ്, അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ്റെ ടെക്നിക്ക് സിമ്പിൾ ആണ്. വി വിൽ അസ്യൂം ദാറ്റ് y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ്, y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് ഈസ് എ സൊല്യൂഷൻ. So that we make an assumption that y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് ടൈപ്പ് ആണ് സൊല്യൂഷൻ ഉണ്ടാവുക എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അസ്യൂം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് പറയാം ആഫ്റ്റർ സേയിങ് ദ കോൺസിക്വൻസ്. സോ ഈ ടൈപ്പാണ്, ഇതാണ് സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യും. സോ ഹിയർ if this is a solution, then ഇത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ വൈ ഡാഷ് എടുക്കുമ്പോൾ എന്ത് വരും, എം ഇൻറ്റു ഇ റേസ് ടു എം എക്സ് വരും. അതേപോലെ വൈ ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ what you get is m square e raised to mx, m square e raised to mx. Now we will substitute this to this equation and it should satisfy this equation, right? If e raised to y y equal to e raised to mx is a solution, it must be satisfying this equation. That is so y double dash എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, m square e raised to mx plus a into y dash is m into e raised to mx plus b into y is e raised to mx, e raised to mx is equal to 0 എന്ന് വരും. ഇതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ e raised to mx is a common factor, so e raised to mx into m square plus am plus b equal to 0 എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് ട്രൂ ആവണമെങ്കിൽ this must be true. If this has to be a solution, it should imply that this holds അല്ലേ. അപ്പോൾ ഇത് ട്രൂ ആവുകയാണെങ്കിൽ എന്താവുള്ളൂ, y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് സൊല്യൂഷൻ ആവുള്ളൂ. ഇത് ട്രൂ ആവണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇ റേസ് ടു എം എക്സ് 0 ആവുക അല്ലെങ്കിൽ എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി 0 ആവുക. പക്ഷേ ഇ റേസ് ടു എം എക്സ് ഒരിക്കലും 0 ആവില്ല, കാരണം ഇ റേസ് ടു വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഫോർ എനി എം റിയൽ എം ഇ റേസ് ടു എം എക്സ് ഇസ് പോസിറ്റീവ്. സോ ദ ഓൺലി ഓപ്ഷൻ ഇസ് എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈക്വൽ ടു 0 ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ അല്ല, ഓർഡിനറി ഇക്വേഷൻ ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലേ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് പറയുക, പവർ ആയതുകൊണ്ട് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂ കിട്ടും. എം ഈക്വൽ ടു നമ്മുടെ സാധാരണ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടും. ഒരു M1 എന്ന് പറഞ്ഞ സൊല്യൂഷനും ഡിസ്ക്രിമിനൻ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യാമല്ലോ, രണ്ട് സൊല്യൂഷൻ കിട്ടും, M1 ഉം M2. അപ്പോൾ ആ M1 ഉം M2 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, M1 സ്ക്വയർ പ്ലസ് AM1 പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ M2 കൊടുക്കുമ്പോൾ M2 സ്ക്വയർ പ്ലസ് AM2 പ്ലസ് ബിയും എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ആ M1 ഉം M2 നും y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് സൊല്യൂഷൻ ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും ഇ റേസ് ടു M1x എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആയിരിക്കും, y ഈക്വൽ ടു ഇ റേസ് ടു M2x എന്ന് പറയുന്നത് സെക്കൻഡ് സൊല്യൂഷൻ ആയിരിക്കും. ദിസ് വിൽ ബി അനദർ സൊല്യൂഷൻ. സെക്കൻഡ് സൊല്യൂഷൻ ഞാൻ പറയുന്നില്ല, this is one solution and this is another solution. Okay, so that's the idea. ഇങ്ങനെ ആ സൊല്യൂഷൻ, രണ്ട് സൊല്യൂഷൻസ് ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഇത് ഒരു സൊല്യൂഷൻ ആണെന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അഫ്കോഴ്സ് യു ക്യാൻ ഷോ ദാറ്റ് ഇ റേസ് ടു M1x is always a solution. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും, y ഈക്വൽ ടു ഇ റേസ് ടു M1x എന്ന് പറയുന്നത് ഇതെടുത്തിട്ട് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എം സ്ക്വയർ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, കാരണം ഇ റേസ് ടു എം എക്സ് ഇൻറ്റു M1 സ്ക്വയർ പ്ലസ് AM1 പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആണല്ലോ, കാരണം നമ്മൾ അതിൻ്റെ റൂട്ടായിട്ടാണ് M1 എടുത്തിരിക്കുന്നത്, ഈ ഇക്വേഷൻ്റെ റൂട്ടായിട്ടാണ്. അത് എപ്പോഴും സൊല്യൂഷൻ ആയിരിക്കും. ദിസ് ഇസ് വൺ സൊല്യൂഷൻ ആൻഡ് ദിസ് ഇസ് അനദർ സൊല്യൂഷൻ.
Okay. Now the question is, how do we assume that this is a solution? ഇതൊരു സൊല്യൂഷനാണ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് എടുത്ത് നോക്കുക. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യൻ്റ് എടുത്താൽ വൈ ഡാഷ് പ്ലസ് എ വൈ ഈക്വൽ ടു 0. അവിടെ വൈ ഡബിൾ ഡാഷ് ഉണ്ടാവില്ല, ഫസ്റ്റ് ഓർഡർ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യൻസ്, ഹോമോജനസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് എ വൈ എന്ന് കിട്ടും. ഇതിനെ വാരിയബിൾ സെപ്പറബിൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഡി വൈ ബൈ വൈ ഈസ് ഈക്വൽ ടു മൈനസ് എ ഡി എക്സ് എന്ന് വരും. ബിക്കോസ് ദിസ് ഇസ് ഡി വൈ ബൈ ഡി എക്സ്. ഡി എക്സ് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് അത് വാരിയബിൾ സെപ്പറബിൾ ആയി. വാരിയബിൾ സെപ്പറബിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ സൊല്യൂഷൻ ലോഗ് വൈ ഈക്വൽ ടു മൈനസ് എ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. മൈനസ് എ എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും ഇതും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എങ്ങനെ വരും? ഓക്കെ, സോ വൈ ഈക്വൽ ടു എന്ത് വരും? ഇ റേസ് ടു മൈനസ് എ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇ റേസ് ടു സി എന്ന് പ്ലസ് സി എന്നാണ് കിട്ടുന്നത്. ഇ റേസ് ടു സിയെ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു ഇ റേസ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് എനി ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യൻസ്. ഹോമോജനസ് ആണ്, കോൺസ്റ്റന്റ് കോഫിഷ്യന്റ് ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ആണ്, ലീനിയർ ആണ്. അങ്ങനെയുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ എപ്പോഴും ഇ റേസ് ടു സംതിങ് എന്നാണ് വരിക. കോൺസ്റ്റന്റ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇ റേസ് ടു സംതിങ് ടൈപ്പാണ് സൊല്യൂഷൻ വരുന്നത്. ആ ഒരു ഐഡിയ എന്നാണ് നമ്മൾ എന്ത് കൊടുക്കാൻ വിചാരിക്കുന്നത്. വൈ ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കാം ഒരു സൊല്യൂഷൻ ആയിരിക്കാം, ഒരു ഐഡിയ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കിട്ടണ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്താൽ മതി? എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്തിട്ട് ഇതിന്റെ രണ്ട് റൂട്ട്സ് കണ്ടുപിടിച്ചാൽ മതി. എം ഈക്വൽ ടു രണ്ട് റൂട്ട്സ്, എം വണ്ണും എം ടു. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു സൊല്യൂഷൻ ഗ്യാരണ്ടീഡ് ആണ്. വൺ സൊല്യൂഷൻ വിൽ ബി ഗ്യാരണ്ടീഡ് ഫ്രം ദിസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് പോളിനോമിയൽ ഇക്വേഷൻ ഇൻ എം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ എം സ്ക്വയറും എ എം ഒക്കെ ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. നമുക്ക് ഈ വൈ ഡബിൾ ഡാഷ് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് വിളിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ഡി സ്ക്വയർ എന്ന് വിളിക്കാം. ഡി ഈസ് ദ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ പ്ലസ് എ, ഇതെന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അപ്പോൾ ഡി വൈ മതി. സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയറിന്, ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഡി എന്ന് എഴുതാം. പ്ലസ് ബി ഇൻറ്റു ഐഡന്റിറ്റി ആണ്, ഇത്രയും വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിന് നമുക്ക് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എന്നിട്ട് വൈ കോമൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇതിനെ ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെയാണ് ഓപ്പറേറ്റർ ഫോം എന്ന് വിളിക്കും. ഇതിനെ ഓപ്പറേറ്റർ ഫോം ഓഫ് ദി ഇക്വേഷൻ എന്ന് വിളിക്കും. ഇതിൽ ഈ ഡിക്ക് വേറെ എന്ത് കൊടുത്താൽ മതി? എം എന്ന് കൊടുത്താൽ മതി. ഡിക്ക് വരെ എം എന്ന് കൊടുത്താൽ യു ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ യു ഗെറ്റ് ദി equation, a polynomial equation like this, and this equation is called the auxiliary equation. Auxiliary equation. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈക്വൽ ടു 0 ടൈപ്പുള്ള ഇതിലെ ഡിക്ക് വരെ എം കൊടുത്താൽ കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് വിളിക്കുക. അതിന് രണ്ട് റൂട്ട്സ് കിട്ടും. ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് രണ്ട് റൂട്ട്സ് ഉണ്ടാവും, എം വണ്ണും എം ടുവും. പക്ഷേ എം വണ്ണും എം ടുവിനും പല കേസസ് ഉണ്ട്. ഇത് രണ്ടും സെയിം ആവാം. സെയിം ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻ കിട്ടില്ല. നമുക്ക് സൊല്യൂഷൻ ഇ റേസ് ടു എം വൺ എക്സ് ഒരു സൊല്യൂഷൻ ആയിരിക്കും, ഇ റേസ് ടു എം ടു എക്സും ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആവണം. എന്താവണം? എം വൺ നോട്ട് ഈക്വൽ ടു എം ടു ആയിരിക്കണം. എം വൺ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു എം ടു. ഓക്കെ, സോ ജസ്റ്റ് റീകോൾ ദിസ് തിങ്സ്. ഫസ്റ്റ് ഓർഡർ ODEക്ക് നമുക്ക് ഇ റേസ് ടു എം എക്സിലാണ് സൊല്യൂഷൻ ഉണ്ടാവുക. ഇ റേസ് ടു സംതിങ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും അതേ ടൈപ്പ് സൊല്യൂഷൻസ് എക്സ്പെക്ട് ചെയ്യും. എന്നിട്ട് y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇ റേസ് ടു എം എക്സ് 0 ആകാത്തത് കൊണ്ട് നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടും. ഇത് ഇ റേസ് ടു എം എക്സ് സൊല്യൂഷൻ ആവണമെങ്കിൽ ദിസ് പോളിനോമിയൽ ഇക്വേഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് രണ്ട് റൂട്ട്സ് ഉണ്ടാവും. എം വണ്ണും എം ടു ആണ് റൂട്ട്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇ റേസ് ടു എം വൺ എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ എം കാണാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എമ്മിന്റെ രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇ റേസ് ടു എം വൺ എക്സ് ഒരു സൊല്യൂഷൻ ആയിരിക്കും, ഇ റേസ് ടു എം ടു എക്സും ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഐ എം സെയിങ് ദീസ് ആർ ടു സൊല്യൂഷൻസ്. ഇത് രണ്ടും സൊല്യൂഷൻസ് ആണ്. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആയിക്കൊള്ളും നിർബന്ധമില്ല. അപ്പോൾ എം വൺ ഈക്വൽ ടു എം ടു കേസിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഇ റേസ് ടു എം വൺ എക്സ് ഇ റേസ് ടു എം വൺ എക്സും തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ആ കേസിൽ രണ്ട് സൊല്യൂഷൻ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനൊക്കെ ടെക്നിക്സ് ഉണ്ട്.
but what I'm saying is these are two solutions. This may or may not be independent. Independent ആണെങ്കിൽ നമുക്ക് രണ്ട് സൊല്യൂഷനും കിട്ടും. അല്ല എങ്കിൽ യു ഹവ് ടു കൺസ്ട്രക്ട് ദ സെക്കൻഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ കാണാൻ പോവാണ്. സൊല്യൂഷൻസ് രണ്ടെണ്ണം എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എഴുതുവാണെങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് 0y ഡാഷ് എന്ന് എഴുതാം, കാരണം y ഡാഷ് ടേം ഇല്ല. പ്ലസ് -1y ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതിന് നമുക്ക് d സ്ക്വയർ y ഡബിൾ ഡാഷ് d സ്ക്വയർ y പ്ലസ് 0 dy പ്ലസ് -1y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് ഗോയിങ് ടു ബി d സ്ക്വയർ. y ഡബിൾ ഡാഷ് വരുമ്പോൾ d സ്ക്വയർ ആണല്ലോ വരിക, അപ്പോൾ ഇവിടെ m സ്ക്വയർ വരും. പ്ലസ് 0, ഇവിടെ dy ആണല്ലോ, അപ്പോൾ m വരും. -1 ഈക്വൽ ടു 0. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ m സ്ക്വയർ -1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഇംപ്ലൈസ് m സ്ക്വയർ ഈക്വൽ ടു +1. സോ ദാറ്റ് ഈസ് m ഈക്വൽ ടു +1 ഓർ -1. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണ് വരുന്നത്. സോ m1 ഈക്വൽ ടു +1ഉം m2 ഈക്വൽ ടു -1ഉം കിട്ടുന്നുണ്ട്. സോ y ഈക്വൽ ടു e⁻1x അല്ലെങ്കിൽ e⁻x ഒരു സൊല്യൂഷൻ ആയിരിക്കും. y ഈക്വൽ ടു e⁻−x ഉം ഒരു സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം. മീൻസ് ഇത് കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഇത് സൊല്യൂഷൻ ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. e⁻x ഉം e⁻−x എടുത്താലും നമുക്ക് കാണാം ഇതിന്റെ രണ്ട് സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, സോ യു ഗോട്ട് ടു സൊല്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സൊല്യൂഷൻസ് കിട്ടുക. Now we go to different situations, the different situations that can happen while solving this type of a linear ordinary differential equation which is homogeneous and second order with constant coefficients. കേസിൽ ഇവിടെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഞാൻ പറഞ്ഞു m സ്ക്വയർ പ്ലസ് am പ്ലസ് b ഈക്വൽ ടു 0 ആണ്. അതിന് രണ്ട് റൂട്ട്സ് വരും. m ഈക്വൽ ടു രണ്ട് വാല്യൂസ് എപ്പോഴും കിട്ടും, കാരണം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ രണ്ട് റൂട്ട്സ് ഉണ്ടാവുമല്ലോ, m1 ഉം m2. അത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാകും. ചിലപ്പോൾ m1 ഈക്വൽ ടു m2 വരാം, ഇത് രണ്ടും സെയിം ആവുന്ന ഒരു അവസ്ഥ വരാം. ചിലപ്പോഴും m1 ഉം m2 ഉം ഡിഫറെൻ്റ് ആവാം, പക്ഷേ റിയൽ വാല്യൂസ് ആണ് ഡിഫറെൻ്റ് ആവാം. ചിലപ്പോഴത് കോംപ്ലക്സ് വാല്യൂസ് ആവാം. അപ്പോൾ കോംപ്ലക്സ് വാല്യൂസ് ആകുമ്പോൾ പ്രത്യേകത അത് എപ്പോഴും പെയർ ആയിട്ടേ വരുള്ളൂ. m1 ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബി ടി ആണെങ്കിൽ m2 എപ്പോഴും എന്തായിരിക്കും? ആൽഫ മൈനസ് ഐ ബി ടി ആയിരിക്കും. അങ്ങനെ മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, വിൽ ഇൻവെസ്റ്റിഗേറ്റ് ഈച്ച് ഓഫ് ദിസ് പോസിബിലിറ്റി. e⁻m1x ഉം e⁻m2x ഉം രണ്ട് സൊല്യൂഷൻസ് ആണ് നമ്മൾ എടുത്തു. m1 നോട്ട് ഈക്വൽ ടു m2 ആയിട്ടുള്ള കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ വേണ്ടത്? വി വോണ്ട് ടു ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ, അല്ലെ? ജനറൽ സൊല്യൂഷൻ നമുക്ക് എല്ലാ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ദി ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? e⁻m1x ഉം e⁻m2x ഉം ഇൻഡിപെൻഡന്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഡിപെൻഡന്റ് ആവുന്നത് എപ്പോഴാണ്? e⁻m1x is equal to some constant times e⁻m2x ആകുമ്പോഴാണ്. ഓക്കെ, സോ അത് സംഭവിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്ന കേസ് m1 നോട്ട് ഈക്വൽ ടു m2 ആണ്, ബോത്ത് ആർ റിയൽ നമ്പേഴ്സ്. ഈ കേസാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടിയത് y1 ഈക്വൽ ടു e⁻m1x ഉം y2 is equal to e⁻m2x ആണ് കിട്ടിയത്. വാട്ട് വി വാണ്ട് ടു നോ ഈസ് വെദർ ദീസ് ആർ ടു ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓർ നോട്ട്. ഓക്കെ, അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഡിപെൻഡന്റ് ആണോ അല്ലെ എന്ന് ചെക്ക് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ഇവിടെ e⁻m1x ഇതുമായിട്ട് ഡിപെൻഡന്റ് ആവണം എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു c ഇൻറ്റു e⁻m2x ആയിരിക്കണം ഫോർ ഓൾ x ഇൻ ദി ഡൊമൈൻ ഓഫ് കൺസിഡറേഷൻ. ഏത് ഡൊമൈനിലാണോ നമ്മൾ നോക്കുന്നത് അതൊരു ഇന്റർവെൽ ആയിരിക്കും. ഇന്റർവെൽ അല്ലെങ്കിൽ ചിലപ്പോൾ ടോട്ടൽ r തന്നെയാവാം. ഓക്കെ, ഒരുപാട് പോയിന്റ്സ് x ഉണ്ടാവും അതിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് e⁻m1x ബൈ e⁻m2x is equal to c എന്ന് എഴുതാം ഫോർ ഓൾ x in the domain. Okay, so thus if you combine, what you get is e⁻m1 minus m2 x equal to c ആയിരിക്കണം for all x in the domain. Okay, ഇത് പോസിബിൾ ആണോ? അതായത് എക്സിന്റെ വാല്യൂ എല്ലാ എക്സിനും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇന്റർവെല്ലിലെ എക്സുകൾ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ എല്ലാ എക്സിനും എന്തായിരിക്കണം? e⁻m1 minus m2 into x എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കോൺസ്റ്റന്റ് ആവണേ എപ്പോഴേ പറ്റുള്ളൂ? അത് കോൺസ്റ്റന്റ് വരണമെങ്കിൽ ഈ എക്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ m1 minus m2 0 ആകുമ്പോൾ എന്താവും? ഇതൊരു കോൺസ്റ്റന്റ് ആവും. m1 minus m2 ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് e⁻0 is a constant. അല്ലാത്തൊരു കേസിൽ എന്താവില്ല? m1 minus m2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ m1 minus m2 x can never be a constant. അതൊരിക്കലും എന്താവില്ല? കോൺസ്റ്റന്റ് ആവില്ല. അപ്പോൾ നമുക്കിത് ഡിഫറെന്റ് ആവുന്ന കേസിൽ m1 m2 ഡിഫറെന്റ് ആവുന്ന കേസിൽ എപ്പോഴും എന്തായിരിക്കും?
e raised to m1x and e raised to m2x are independent. അത് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ നമ്മൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ ടെക്നിക്ക് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ആർ ഇൻഡിപെൻഡൻറ്റ് if m1 not equal to m2. m1 not equal to m2 കേസിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. That's what it says. Then only if m1 ഈക്വൽ ടു m2 ആകുമ്പോഴാണ് ഇത് മൾട്ടിപ്പിൾ ആവുന്നത്. ബാക്കി എല്ലാ കേസിലും നോട്ട് ഈക്വൽ ടു ആവുന്ന സമയത്ത് e raised to m1x cannot be equal to e raised to m2x. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് തന്നെയാണ് ഇത് രണ്ടും വരിക ഈ കേസിൽ, m1 നോട്ട് ഈക്വൽ ടു m2 കേസിൽ. So e raised to m1x and e raised to m2x are two independent solutions. Therefore അതിൻ്റെ കളക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ സൊല്യൂഷൻസും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ വിൽ ബി നത്തിങ് ബട്ട് c1 into e raised to m1x പ്ലസ് c2 into e raised to m2x ആണ്. m1 അല്ല, ഇത് ഷുഡ് ബി m2x ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ e raised to നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെയാണ്. y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ വിൽ ബി m സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു പ്ലസ് 1 വരും. അപ്പോൾ എം ഈക്വൽ ടു പ്ലസ് 1 മൈനസ് 1 വരും. സോ സൊല്യൂഷൻസ് ആർ, സോ ദീസ് ആർ ടു ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ? ഇത് രണ്ട് m1 m2 ഡിഫറെൻ്റ് ആണ്, നോട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് സൊല്യൂഷൻസ് റിയൽ വാല്യൂസും ആണ്. അപ്പോൾ സൊല്യൂഷൻസ് എന്തായിരിക്കും? e raised to x, e raised to minus x വരും. ആൻഡ് ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇതൊരു സെറ്റായിട്ട് എഴുതാം. ആ പെയറിനെയാണ് നമ്മൾ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. e raised to x, e raised to minus x is the basis of solutions. And the general solution is y equal to c1 e raised to x plus c2 e raised to minus x. ഇതിൽ ഒരു കോംപ്ലക്സ് കേസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ m1 നോട്ട് ഈക്വൽ ടു m2 ആകുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി m1 നോട്ട് ഈക്വൽ ടു m2 ആയിരിക്കും. കാരണം പേയേഴ്സ്, കോൺജുഗേറ്റ് പേയേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് e raised to m1x ഉം e raised to m2x ഉം തന്നെയാണ് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു കേസിൽ, അതായത് ഇതിന് m1 ഉം m2 ഉം ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ മൈനസ് ഐ ബീറ്റ ടൈപ്പ് വരുന്ന സമയത്ത് നമുക്കതിനെ കുറച്ചുകൂടെ സിംപ്ലർ ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ കോംപ്ലക്സ് പവേഴ്സ് വെച്ചിട്ടല്ല നമ്മൾ എഴുതുക. യു വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് എ സിംപ്ലർ ഫോം ഓഫ് സൊല്യൂഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് സൊല്യൂഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കേസൊക്കെ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കാണും. ഓക്കെ, താങ്ക് യു.